നമസ്കാരം. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിൽ നിന്നും 10 ലക്ഷം രൂപ കൈപ്പറ്റിയ എറണാകുളം പ്രസ് ക്ലബ് ഇ.ഡി കേസിൽ അകപ്പെട്ടു. മോൻസൺ മാവുങ്കലിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 11 എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറിക്ക് ഇ.ഡി നോട്ടീസ് നൽകി. 2020 കുടുംബമേള നടത്താനാണ് പ്രസ് ക്ലബ് ഭാരവാഹികളായിരുന്ന ഫിലിപ്പോസ്, ശശികാന്ത, സഹിൻ ആന്റണി എന്നിവർ ചേർന്ന് 10 ലക്ഷം രൂപ കൈപ്പറ്റിയത്. ഫണ്ട് വെട്ടിപ്പിനുള്ള സൗകര്യത്തിനായി തുക പ്രസ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന ശശികാന്തിന്റെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്വീകരിച്ചത്. കുടുംബമേളയ്ക്ക് സ്പോൺസർമാർ നിരവധി ഉണ്ടായിരുന്നതിനാൽ ഈ തുക വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെടുത്താതെ ഭാരവാഹികൾ വീതിച്ചെടുത്തു. കുടുംബമേളയിൽ വിശിഷ്ടാതിഥിയായി മോൻസൺ മാവുങ്കലിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൻസൺ മാവുങ്കലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രസ് ക്ലബ് കുടുംബമേള സംഭാവന വെളിപ്പെടുത്തിയത്. മോൻസന്റെ തട്ടിപ്പ് പുരാവസ്തു മ്യൂസിയത്തിന് മീഡിയ പ്രൊമോഷന് വേണ്ടിയാണ് പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക് സംഭാവന നൽകിയത് എന്നാണ് ഇ.ഡിക്ക് മോൻസൺ നൽകിയ മൊഴി. ഫലത്തിൽ പുരാവസ്തു മ്യൂസിയ തട്ടിപ്പിൽ പ്രസ് ക്ലബ് ഭാരവാഹികൾക്കും പങ്കുണ്ട് എന്ന നിലയിലാണ് മൊഴി. പ്രസ് ക്ലബ് ഭാരവാഹികൾ നിർബന്ധിച്ചതിനാലാണ് തുക ഭാരവാഹിയുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് കൈമാറിയത് എന്നും മൊഴിയിലുണ്ട്. മോൻസൺ മാവുങ്കൽ സംഭാവന വിവാദമായതോടെ 2020 ശശികാന്ത്, സഹിൻ ആന്റണി എന്നിവരെ യൂണിയനിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഫിലിപ്പോസിനെയും കുറച്ചുകാലം സസ്പെൻഷനിൽ നിർത്തിയിരുന്നു. മോൻസൺ വിവാദം കെട്ടടങ്ങിയെന്ന് കരുതി KUWJ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ശശികാന്തിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. തൊട്ടു പിന്നാലെ പ്രസ് ക്ലബ് സെക്രട്ടറിക്ക് ഇ.ഡി നോട്ടീസ് ലഭിച്ചതോടെ KUWJ നേതൃത്വം വെട്ടിലായി. ശശികാന്തിനെ യൂണിയനിലേക്ക് തിരിച്ചെടുക്കാനുള്ള തീരുമാനം പിൻവലിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് മേൽ സമ്മർദ്ദമേറുകയാണ്. ശശികാന്തിനെ ഒഴിവാക്കി മോൻസൺ കേസിനെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രസ് ക്ലബും നിലവിൽ യൂണിയനും. അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.